എല്ലാവർക്കും നമസ്കാരം. അബ്ബാസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുൻനിരകളില്ലാതെ ഒരു മലയാളത്തിൽ ഒരു എഴുത്തുകാരൻ കൂടി പിറവി കൊണ്ടിരിക്കുന്നത് അബ്ബാസിലൂടെയാണ്. അത് ജീവിതം എന്ന മഹാകഥ അക്ഷരങ്ങളിലൂടെ നമ്മളിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ അവൻ എന്നുള്ള ഒരു ഫീല് ഓരോ വായനക്കാരിലും ഉണ്ടാക്കി മുന്നേറാൻ കഴിഞ്ഞ മഹാമാന്ത്രികത അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുണ്ടായത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ പുസ്തകമാകുന്ന പാചകച്ചട്ടിയിൽ വന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതമായതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. വിശപ്പ്, പ്രണയം, ഉന്മാദം, ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരം, ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ തുടങ്ങി വളരെ കാച്ചി ആയിട്ടുള്ള ടൈറ്റിലൂടെ ഒരു മനുഷ്യൻ എന്താണ് പറയുക, ഭ്രമാത്മകതയുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും ഇടയിലൂടെ ജീവിക്കുകയും ഇതിനെല്ലാം തന്നെ വളരെ കാരണമായി ഓരോ നേരവും മുന്നോട്ട് ഓരോ സെക്കൻഡും ഞാനിനി ജീവിക്കണം, എനിക്ക് ജീവിച്ചേ മതിയാവൂ എന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു മനുഷ്യരുമല്ല, മറിച്ച് പുസ്തകങ്ങളും അതിലെ കഥാപാത്രങ്ങളും ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായതും ഏറ്റവും കൂടുതൽ നമ്മളെ എന്താണ് പറയുക തിരിച്ചറിവ് തരുന്ന ഒരു വസ്തുതയും. അതുകൊണ്ട് തന്നെ അബ്ബാസിനോട് നമ്മൾ ആദ്യം ചോദിക്കുമ്പോൾ, അബ്ബാസ് കഴിഞ്ഞ ദിവസം ഒരു FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ശരിക്കും എല്ലാ എഴുത്തുകാരുടെയും ഉള്ളു തുറക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാർക്കുള്ളൊരു തിരിച്ചറിവിൻ്റെ സന്ദേശമായിരുന്നു ആ മെസ്സേജ്. ദയവ് ചെയ്ത് നമ്മൾ വായനക്കാർ നിങ്ങളെന്നല്ല അദ്ദേഹം പറഞ്ഞു, നമ്മൾ വായനക്കാർ എഴുത്തുകാരുടെ പിറകെ പോയി അവരോടൊപ്പം ഒരു സെൽഫി എടുക്കാനോ അവരുടെ ഒപ്പിനോ വേണ്ടി കെഞ്ചുന്ന കാഴ്ച ഇനി ഉണ്ടാവരുത്. കാരണം വായനക്കാരനായ എൻ്റെ അഭിമാനത്തെ അത് പൊള്ളിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉണ്ടായത് കൊണ്ടാണ് ഈ എഴുത്തുകാരെന്ന് പറയുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ തേടി വരേണ്ടവരാണ്, നമ്മൾ അവരെ തേടി പോകേണ്ടതില്ല എന്ന്. അപ്പം അപ്പോഴും ഇത്രയും പുസ്തകങ്ങൾ ഇറങ്ങുകയും എഴുത്തുകാരൻ എന്ന ലേബല് സമൂഹവും സാംസ്കാരിക ലോകവും അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്തും അദ്ദേഹം നിൽക്കുന്നത് വായനക്കാരൻ്റെ പക്ഷത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അബ്ബാസിൻ്റെ വായനയിൽ നിന്നും തുടങ്ങാം, പുസ്തകത്തെക്കാളുപരി. കാരണം ആ വായിച്ചതിനെല്ലാം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ്. എങ്ങനെയാണ് വായനാനുഭവങ്ങളിലേക്ക്? അതായത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാഗർകോവിൽ നിന്ന് തനി തമിഴനായിട്ടുള്ള മലയാളിയായി ജനിച്ച് തമിഴ് അക്ഷരങ്ങൾ പഠിക്കുകയും തമിഴനായി പകുതിക്കാലം വളരെ അക്ഷരം പഠിക്കുന്ന കാലത്ത് കുറച്ചു കാലം തമിഴ് ഭാഷ പഠിക്കുകയും പിന്നീട് കഷ്ടപ്പെട്ട് മലയാളം പഠിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നിലയിലെത്തിയിരിക്കുന്നത്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച വിശപ്പ്, പ്രണയം, ഉന്മാദം എനിക്ക് തോന്നുന്നു 7ാം പതിപ്പും കടന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മളെപ്പോഴും ജീവിതത്തെയാണ് നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കള്ളമാണ്. അപ്പോൾ ആ ജീവിതത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അബ്ബാസുമാരെ നമ്മൾ ഓരോരുത്തരെയും ഉള്ളിലേക്ക് കൊണ്ടുവരികയും ആ ആയിരക്കണക്കിന് അബ്ബാസുമാരിൽ നിന്നെല്ലാം ഇരട്ടിയായിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു അബ്ബാസാണ് ഞാൻ എന്ന് നമ്മളോട് വിളിച്ചു പറയുകയും ചെയ്യുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു അബ്ബാസ്. ഒരു പക്ഷേ മലയാളത്തിന് ഇനി ഒരു അബ്ബാസിനെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ വായനാനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വായനയെക്കുറിച്ച് തുടങ്ങാം നമുക്ക്. അബ്ബാസ്. എല്ലാവർക്കും നമസ്കാരം. ഈ പറയും പോലെ വലിയൊരു വായനക്കാരനൊന്നുമല്ല ഞാൻ. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ വായിക്കുന്ന പോലെ തന്നെ സാധാരണ വായനക്കാരനാണ്. പക്ഷേ എനിക്കുള്ളൊരു പ്രത്യേകത, ഞാൻ ഭാഷ തനിയെ പഠിച്ച ആളാണ്. 8 വരെ ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ സ്കൂളിൽ പോയത് തമിഴാണ്. അപ്പോൾ എൻ്റെ മാതൃഭാഷ തമിഴാന്ന് പറയാം എനിക്ക്. കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിൽ നിന്ന്, അന്നത്തെ മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് കുടിയേറി. അപ്പോൾ ഞാനൊക്കെ ജനിക്കുമ്പോഴേക്കും ആ ഒരു പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ കുടുംബം ഒന്നാകെ അവരുടെ വേരുകളിലേക്ക് കോട്ടയ്ക്കലിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ ഞാനെന്ന കുട്ടി ഒരു 14 ആയിട്ടില്ല. കാരണം എന്നെ 3ാം വയസ്സ് സ്കൂളിൽ ചേർത്തിട്ട് എനിക്ക് ബോർഡ് വായിക്കാൻ അറിയില്ല മലയാളത്തിൽ. എൻ്റെ മുമ്പിൽ പത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വീക്കിളികൾ തൂങ്ങി കിടക്കുന്നുണ്ട്, ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ കഷ്ടിച്ച് എൻ്റെ നാട്ടിലേക്കുള്ള അപ്പുറമുള്ള വലിയ സ്റ്റോപ്പിൻ്റെ ബോർഡ് വായിച്ചാൽ പോലും അടിയുടെ വഴി എനിക്ക് വായിക്കാൻ അറിയില്ല. ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരുപാട് വഴിയിലൂടെ ബസ് പോകും. അപ്പോൾ ഞാൻ വഴി മാറിക്കയറും, എനിക്കറിയില്ലല്ലോ. അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ ഇറക്കി വിടും, മിനിമം ചാർജ് അവർ വാങ്ങുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഭാഷ പഠിക്കൽ നിർബന്ധമായി. അപ്പോൾ ഉമ്മ പലചരക്ക് സാധനം ഈ തരുന്നത് കടലാസിൽ ഈ തമിഴിൽ എഴുതിയെടുത്തിട്ട് എനിക്ക് മലയാളത്തോടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഭാഷ പഠിക്കാൻ നിർബന്ധിതനായ ഒരു കുട്ടിയാണ് ഞാൻ. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലെ ദുരിതവും കഷ്ടപ്പാടും മൂത്തയേട്ടൻ്റെ എന്താ പറയുക വല്ലാത്ത കെയറിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അടിച്ച് നന്നാക്കുക എന്നുള്ള അതൊക്കെ ആയപ്പോൾ നാട് വിട്ടുപോയി കോഴിക്കോട് എത്തി. ഒരുപാട് പണിയെടുക്കുക, ഒരുപാട് തരം തൊഴിലുകൾ, ലോട്ടറി വിൽപ്പന, ഹോട്ടൽ തൊഴിലാളി, റോഡ് പണി, ഇതൊക്കെ എടുക്കുന്ന ഇടയിലാണ് ഞാൻ വായിക്കുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നത് ഈ തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും ആത്മാവ് ഒന്നാവാൻ മിക്കവാറും വഴിയുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ബാലഭൂമി, ബാലമംഗളം, മംഗളം, മനോരമ, ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഭാഷ പഠിച്ചെടുക്കുന്നത്. വായിക്കാൻ, എഴുതാൻ പഠിക്കുന്നത് പിന്നെയാണ്. മലയാള ഭാഷ എഴുതാൻ ഞാൻ പഠിക്കുന്നത് എൻ്റെ 19 വയസ്സിലാണ് മലയാള ഭാഷ എഴുതാൻ പഠിക്കുന്നത്. വായിക്കാൻ ഞാൻ പഠിച്ചു. അങ്ങനെ ഭാഷ പഠിച്ച ഒരു വ്യക്തിക്ക്, ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിച്ച വ്യക്തിക്ക്, ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് സ്വാഭാവികമായിട്ടുള്ളൊരു പഠനമായിരിക്കാം നിങ്ങൾക്ക് ഭാഷ. എനിക്കങ്ങനല്ല, എനിക്കത് അതിജീവനാണ് ഭാഷ പഠിക്കുക എന്നുള്ളത്. ജീവിച്ചിരിക്കണം. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയമുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാർ ഗൾഫിലോട്ട് പോകും. 10 പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, മലയാളം മാത്രം അറിയുന്ന മനുഷ്യർ. തിരിച്ചു വരുമ്പോൾ അവർ ഹിന്ദി പറയും, ഇംഗ്ലീഷ് പറയും, വളരെ അടിപൊളിയായിട്ട് പറയുന്നതാണ്. കാരണം ജീവിതം അവരവിടെ പഠിപ്പിക്കുന്നതാണ് ഈ ഭാഷ. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഭാഷയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എന്തൊക്കെയോ ചെറുത് എഴുതി. പിന്നെ ഗംഭീര വായനക്കാരനൊന്നുമല്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. വിവർത്തനം ചെയ്ത് കിട്ടിയ ലോകസാഹിത്യം ഞാൻ വായിച്ചിട്ടുള്ളൂ. 2 പുസ്തകങ്ങൾ മാത്രമേ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുള്ളൂ. അതൊന്ന് എൻ്റെ മകളെ സഹായത്തിൽ, ഒന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്തിൽ. ഒറ്റയ്ക്ക് എനിക്ക് ഫിക്ഷൻ വായിക്കാൻ അറിയില്ല ഇംഗ്ലീഷിൽ. പത്രമൊക്കെ വായിച്ചു ഒപ്പിക്കാന്നല്ലാതെ ഫിക്ഷൻ വായിക്കാൻ മറ്റൊരു ലെവലുമാണല്ലോ. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച വലിയ വായനയൊന്നുമില്ല, ഒരു സാധാരണ വായനക്കാരനാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാം സാധാരണ മലയാളി വായിക്കുന്ന പോലെ എന്നെക്കാളും ഇംഗ്ലീഷ് വായിക്കുന്നത് ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഗംഭീര വായനക്കാരായിരിക്കുന്നത്, ഗംഭീര എഴുത്തുകാരും കൂടിയാവാം. അങ്ങനെയുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി വായനക്കാരെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എഴുത്തുകാരെന്ന് പറയാൻ ഞാൻ ആയിട്ടില്ല, ആവുമായിരിക്കാം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ആവുമ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളോട് പറയും ഞാനൊരു എഴുത്തുകാരനാണ്, ഇപ്പം ഞാനൊരു വായനക്കാരനാണ്. അത്രയും. അക്ഷരാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് വീട്ടി ഭട്ടതിരിപ്പാട് മാന്മാർക്ക് കൂട എന്ന് കൂട്ടി വായിച്ച ഒരു സംഭവമാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വളരെ വൈകാരികമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ സോപാന പടിക്കെട്ടിലിരുന്നു കൊണ്ട് മാന്മാർക്ക് കൂട എന്ന് കൂട്ടി വായിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ആത്മനിർവൃതി കൂടുകൂട കണ്ണീരായിട്ട് ഒഴുകിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് കടപ്പുറത്തെ രാത്രികളിൽ 2 ലൈംഗിക തൊഴിലാളികളായിട്ടുള്ള ലക്ഷ്മിയേച്ചും സൈനത്താത്തയും, ഇവർ രണ്ടുപേരും സാങ്കല്പിക പേരാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ലക്ഷ്മിയേച്ചും സൈനത്താത്തയും ഹോട്ടൽ തൊഴിലാളിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള പയ്യൻ്റെ അടങ്ങാത്ത അക്ഷരവാഞ്ചയെ കണ്ടുകൊണ്ട് കടൽ എന്ന് എഴുതി പഠിപ്പിച്ച ഒരു സംഭവമുണ്ട് അബ്ബാസ്. അബ്ബാസ് അത് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയുക, ഈ മനുഷ്യനെ കരയിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു സംഭവം. അത് ആ വീട്ടി ഭട്ടതിരിപ്പാട് എങ്ങനെയാണോ മാന്മാർക്ക് കൂട എന്ന് പറയുന്നത് വായിച്ച് അദ്ദേഹം ഒരു ആത്മനിർവൃതിയിലെത്തിയത്, ഞാൻ വിദ്യാസമ്പന്നനായി എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നിയതുപോലെയാണ്. സത്യത്തിൽ രാത്രിയിൽ പല ശരീരങ്ങളിലൂടെ പല ശരീരങ്ങൾ മേഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ട 2 സ്ത്രീത്വങ്ങളെ അബ്ബാസ് വിശപ്പ് പ്രണയോന്മാദത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ആ പുസ്തകത്തിലെ ഓരോ അധ്യായവും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതാണെങ്കിലും കൂടെ വൈകാരികമായി സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു അധ്യായം അതാണത്. എനിക്ക് കൂടുതലായിട്ടും ലക്ഷ്മി ചേച്ചിയെക്കുറിച്ചും സൈനത്താത്തയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഞങ്ങൾക്കറിയണം. പറയൂ. നോക്കൂ, അവർ 2 പേരും സെക്സ് വർക്കേഴ്സ് എന്ന് ഇന്ന് നമ്മളൊരു മിനുസത്തിൽ വിളിക്കുന്ന, അന്ന് മറ്റൊരു പദം ഉപയോഗിച്ച് വിളിച്ചിരുന്ന സ്ത്രീകളാണ്. ജീവിക്കാൻ വേണ്ടി ഉടൽ വിൽക്കേണ്ടി വരുന്ന മനുഷ്യർ അതിപ്പോഴും ഉണ്ട് സമൂഹത്തിൽ. പക്ഷെ അതിലൊരു സ്വഭാവ രീതിയൊക്കെ മാറിയിട്ടുണ്ടാവാം. അന്നത് അങ്ങനെയല്ല. അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് 30 രൂപ, 20 രൂപ, 50 രൂപയൊക്കെയാണ്. എനിക്കൊരു ദിവസം പണിയെടുത്ത് 10 രൂപ കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ അതുപോലും മുഴുവൻ കൊടുക്കാത്ത മനുഷ്യരാണ്. അപ്പോൾ ഈ ഹോട്ടൽ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്ന 10 രൂപയും കൊണ്ട് ഞാൻ ആദ്യം ഓടിയിരുന്നത് സിനിമാ തിയേറ്ററുകൾക്കാണ്. അപ്പോൾ ഈ സിനിമാ തിയേറ്റർ ബേസ് ചെയ്തിട്ടാണ് ലക്ഷ്മി ചേച്ചിയും സൈനാത്തിയും. അതൊരു ഒറിജിനൽ പേരല്ല. അതിൽ ലക്ഷ്മി ചേച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ KLF അവരെൻ്റെ സെഷൻ കേൾക്കാൻ വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒറിജിനൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ലക്ഷ്മി ചേച്ചിയും സൈനാത്തിയും തിയേറ്റർ പരിസരത്ത് ഇങ്ങനെ അവരുടേതായ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി, മിക്കവാറും അപ്സര തിയേറ്ററിൻ്റെ ഒക്കെ ഇടനായിക എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ഒരുപാട് അകലെയുള്ള ഇടുങ്ങിയ ഇടനായിക, അവിടെ വെച്ചൊക്കെയാണ് ഈ കർമ്മങ്ങൾ നടക്കുക. അന്നത്തെ കാലം അതാണ്. ഈ ചെയ്യുന്ന ഇഷ്ടത്തോടെയല്ല, മക്കൾക്ക് അന്നം വാങ്ങിക്കൊടുക്കാൻ അവരെ മക്കൾക്ക്. അതുമാത്രമല്ല, ആ കിട്ടുന്ന കാശ് കൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് മാനസിക രോഗികൾ കോഴിക്കോടൊക്കെ അലഞ്ഞ് നടക്കും. ഇന്നത്തെ പോലെ അവർക്ക് ഷെൽട്ടറില്ല, കുഷ്ഠരോഗികളുണ്ട്. ഇവർക്കൊക്കെ ഇവർ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ ദൈവങ്ങൾ ഇവരാണ്, ഫസ്റ്റ് ദൈവങ്ങൾ. ഞാൻ ദൈവം എന്ന് ഭൂമിയിൽ കാണുന്നത് ലക്ഷ്മി ചേച്ചി, സൈനാത്ത. അതിലും വലിയ ദൈവങ്ങളൊന്നും ഭൂമിയിൽ കണ്ടിട്ടില്ല. ഇനി ആകാശത്തുണ്ടോ എന്ന് എനിക്ക് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയില്ല. അപ്പോൾ അവരൊരിക്കൽ എന്നോട് ചോദിച്ചു, അബ്ബാസ് വായിക്കുന്നുണ്ട്? മംഗൾ മനോരമൊക്കെ ചേച്ചി ഞാനും വായിക്കും. അബ്ബാസിനെ എഴുതാൻ അറിയില്ല ചോദിച്ചു. ഞാൻ ഇല്ല ചേച്ചിയാർ. ഞാൻ പഠിപ്പിച്ചു തരാമെന്നാണ്. അങ്ങനെ രാത്രി ഒരു സെക്കൻഡ് ഷോയുടെയൊക്കെ സമയം കഴിഞ്ഞാൽ അവർ കടപ്പുറത്ത് കോഴിക്കോട് എത്തും. ഇപ്പോഴത്തെ കടൽപ്പാലം തൂണ് മാത്രമേ ഉള്ളൂ, അന്നതിന് പാലുണ്ട്. അപ്പോൾ അവിടെ വഞ്ചികൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടാവും.
അവിടെ നിലത്ത് കിടക്കുന്ന സിഗരറ്റ് കൂട് മലർത്തി വെച്ചിട്ട് ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് 50 പൈസയുടെ റീഫില്ലർ എടുത്ത്, എനിക്കിതിപ്പോഴും കണ്ണ് കാണാതെ ഞാൻ കണ്ണടച്ച് പറയുന്നത് നിങ്ങളോട്, ആ റീഫില്ലർ എടുത്ത് ലക്ഷ്മി ചേച്ചി എനിക്ക് ആദ്യമായിട്ട് എഴുത്തുന്ന വാക്ക് കടൽ എന്നാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ടീച്ചറൊന്നുമല്ല, മുമ്പിൽ കടലാണ്, അർത്ഥരമ്പണം കടൽ, അവരുടെ ജീവിതം അതിലും വലിയ കടലാണ്. ആ കടൽ ഞാനെന്ന കുട്ടി ഈ വരയ്ക്കും പോലെ തന്നെ വരച്ച് എഴുതി. അതിന് സൈനാത്ത എനിക്ക് ആകാശം നെയ്ത്തന്നു. പിന്നെ അവർ പഠിപ്പിച്ചാണ് തിരമാല, കടൽ, ഉപ്പ്. കടലിനോട് ബന്ധപ്പെട്ടവർ എന്നെ പഠിപ്പിച്ചു. മീൻകാരൻ, തോണി, വഞ്ചി, കപ്പൽ, അങ്ങനെ ഓരോ വാക്ക് അവർ എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അവർ തുടങ്ങി വെച്ചതാണ് എൻ്റെ ഭാഷ. 2 ലൈംഗിക തൊഴിലാളികൾ തുടങ്ങി വെച്ച ഭാഷയിൽ നിന്നാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഭാഷ അവർ തുടങ്ങി വെച്ചത് വെറുതെ ആയില്ല. അവരാണ് എൻ്റെ ഗുരു സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവങ്ങൾ. അവരാണ് എനിക്ക് ഭാഷ പഠിപ്പിച്ചു തരുന്നത്, എഴുതാൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്കത് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അങ്ങനെ എനിക്ക് വല്ലാത്ത ആക്രാന്തമായി എഴുതാൻ. പിന്നെ അവർ പ്രോത്സാഹനമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറ്റ്യാടി എന്ന് പറഞ്ഞ അമ്മാവൻ്റെ നാട്ടിലോട്ട് പോകുന്നു. ഒരു കുന്നിൻപുറത്ത് തനിയെ താമസിച്ച് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു 3 വർഷത്തോളം കുന്നിൻപുറത്ത് ഞാൻ തനിയായിരുന്നു. എനിക്ക് ഭ്രാന്തമായി വായിക്കാം, ഭ്രാന്തമായി ഭാവന ചെയ്യാം. 10 മണി വരെ എൻ്റെ ടൈപ്പിംഗ് പണി കഴിയും. പിന്നെ ഞാനന്ന് കുട്ടി ഫ്രീയാണ്, 18കാരൻ 19കാരൻ. അപ്പോൾ അന്നൊക്കെ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട് എല്ലാവർക്കും. അന്ന് ഡയറി ഭയങ്കരതാണ്, എല്ലാവരും ഡയറി വാങ്ങും വർഷം. ഡയറി എനിക്ക് കിട്ടും. അതിൽ ഞാൻ വീട്ടിലൊക്കെ കത്തിയിരുന്നു, വീട്ടിൽ നാടോട്ട് പോയതാണല്ലോ, അയക്കുന്നില്ല, ഡയറിയിൽ എഴുതുക ചെയ്യുന്നത്. ആ ഒരു എഴുത്തിൻ്റെ ശൈലി ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളൂ, മാറ്റായതൊന്നുമില്ല. അന്ന് ആ ഡയറിയിൽ എഴുതിയ വാക്കുകൾ ഇന്നിപ്പോൾ പുസ്തക രൂപത്തിൽ മറ്റു ചില അനുഭവങ്ങളായിട്ട് എഴുതുന്നുണ്ടോ. അപ്പോൾ ഏത് വേദിയിൽ ഓർക്കാനുള്ളത് ആ 2 സ്ത്രീകളെയാണ്. അതിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മറ്റേ മരിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഇത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ KLF വന്നിരുന്നു. മാത്രമല്ല, എനിക്ക് മാതൃഭൂമിയുടെ ആദ്യത്തെ റോയൽറ്റി കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കല്ല, ഫസ്റ്റ് ചെയ്ത് മക്കൾക്ക് കൊടുക്കല്ല, ഈ ലക്ഷ്മി ചേച്ചിക്കും സൈനാത്താൻ്റെ ഒരു മകളുണ്ട്. ഇപ്പോൾ അവർക്ക് 2 പേർക്കും ഓണത്തിന് ഓണപ്പുട വാങ്ങിക്കൊടുക്കുകയും ചെയ്ത്. അതിലും വലുതൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല, അംഗീകാരം കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. എൻ്റെ നഷ്ടവും, ഒരാൾ മരിച്ചുപോയി, അപ്പോൾ അവരില്ല അത് കാണാൻ. KLF ലക്ഷ്മി ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. ശരി, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ കൈ വറയ്ക്കും അവരെ പറ്റി പറയുമ്പോൾ. ശരി. ഈ പുസ്തകത്തിൽ നമ്മൾക്ക് സത്യത്തിൽ ഓരോ ഫുൾ സ്റ്റോപ്പും ഓരോ ദീർഘനിശ്വാസമായിട്ടേ തോന്നുകയുള്ളൂ. വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ നിസ്സാരനായിട്ടുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിതവും പിടിച്ചുള്ള ഓട്ടം ഉണ്ടല്ലോ. ആ ഓട്ടത്തിൽ സത്യത്തിൽ ഈ കല്ലായി പാലത്തിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് കഞ്ചാവ് വിൽക്കുന്ന ഒരു ചെറുക്കൻ, അത് ആ ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് എന്തുകൊണ്ടും അറിയില്ല, ഈ ഒരു മാധ്യമ പ്രവർത്തനം കൂടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം, 18കാരൻ കഞ്ചാവ് വിൽക്കുന്നതിനിടയിൽ പിടിയിൽ എന്നൊക്കെ. ദൈവമേ, ഇനി അടുത്തത് ഇയാളെ പിടിക്കപ്പെടുമോ? പിന്നെ അവിടെ നമ്മൾ ഈ പറയുന്ന കഞ്ചാവ് വിൽപ്പന എന്ന് പറയുന്ന ഒരു സാമൂഹിക വിരുദ്ധതയെ അല്ല നമ്മൾ കാണുന്നത്. ഇയാൾ പിടിക്കപ്പെടരുത്, ഇയാൾ ജയിലിലൊന്നും ആവരുത്, ഇയാളെ ഇതിൽ നിന്ന് ഒരു പൊതി അധികം കഞ്ചാവും കൂടെ കൊടുത്തിട്ട് അതിൽ നിന്നും കൂടെ വിറ്റിട്ട് കാശ് കിട്ടണേ എന്നൊക്കെയുള്ള ഒരു തരം മാനസികാവസ്ഥ വായനക്കാരിൽ സൃഷ്ടിക്കാൻ പോരുന്ന രീതിയിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് രണ്ട് നോവലൊക്കെ എഴുതിയതിൻ്റെ ഒരു ഇതിൽ ചോദിക്കുകയാണ്, കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ ചേർത്തുകൂടായിരുന്നോ, ഒന്ന് ലൈറ്റാക്കി കൂടായിരുന്നോ ഈ സാധനങ്ങൾ എന്നുള്ളത്. നമ്മളെങ്ങനെ ഈ ശ്വാസം അങ്ങനെ പിടിച്ചു വെച്ചിട്ട് മുറുക്കെ പിടിച്ച് നമുക്കിങ്ങനെ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഈ മനുഷ്യനെ, ഈ അബ്ബാസിനെ പിന്നെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് ഈ മനുഷ്യനെ കാണുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പരിക്കില്ലാതെ ഇത്രയും കാലം ഇവിടെ എത്തിയല്ലോ, തിരിച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ സ്വബോധത്തിൽ ഈ ബോധമണ്ഡലത്തിൽ ഉണ്ടല്ലോ, സമൂഹത്തിലുണ്ടല്ലോ, അത് വലിയൊരു കാര്യം എന്നുള്ള രീതിയിലേക്കൊക്കെ തോന്നുന്നു. അപ്പം ആ ഒരു കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ചും ഒപ്പമുണ്ടായിരുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഒരു അറിവില്ലാത്ത കാലത്ത് കാശ് നേടുക, അല്ലെങ്കിൽ ആ കാശിൻ്റെ ആത്യന്തികമായ ഉപകാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, വളരെ ചെറുപ്പത്തിലെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടായിരുന്നോ, അതോ ഇത് പിടിവിട്ട് പോയി ഇനി പോകുന്ന പോക്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി പിടിച്ചെടുക്കാം എന്നുള്ള ചിന്തയായിരുന്നു? എന്തായിരുന്നു നിങ്ങളെ നയിച്ചത്? നോക്കൂ, ഈ കഞ്ചാവ് വിറ്റു എന്ന് പറയുന്നപ്പോൾ എൻ്റെ പ്രായം 14-15 എനിക്കത് വിൽക്കുന്നത് കഞ്ചാവാണെന്ന് അറിയില്ല. ബുഹാരി ഹോട്ടലിൽ, എപ്പോഴും ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റ് മാറിയിട്ടുണ്ട്. അവിടുത്തെ വെയിറ്റർ ഭാസ്കരേട്ടൻ, യഥാർത്ഥ പേരാണ്, അദ്ദേഹമാണ് എനിക്കിത് തരുന്നത്. അതായത് 10 രൂപ കൂലി കിട്ടുന്ന നിനക്ക് ഇതിൽ ലാഭമുള്ളൊരു പണി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മണിയെന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ കൂടിയുണ്ട്. ഭാസ്കരേട്ട പറയുക എന്താ പണിയാണ്. അപ്പോൾ ഇതാണ്, അദ്ദേഹം ഒരു പൊതി തരുന്നു. ഞാനന്ന് പുകവലി പോലും ഇല്ല, അപ്പോൾ നമുക്ക് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല. ഈ പൊതി നിങ്ങൾ കടൽപ്പാലത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ല, അന്നതിന് മേളിൽ പാലുണ്ട്, ഇപ്പോൾ തൂണേ ഉള്ളൂ കാണുന്നവർക്ക്, 4-ാം തൂണിൽ ചെന്നിരിക്കുക, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ആവശ്യക്കാരൻ എത്തിക്കോളൂ, അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ അപകടവും മറ്റു കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അന്നൊരു 10 പൊതി വിറ്റ ഒരു പൊതിയിലെ ലാഭം എനിക്ക് 5 രൂപയാണ്. ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് 50 രൂപ കിട്ടി.
വൈകുന്നേരം വരെ ഞാൻ എച്ചിൽ മേശ തുടച്ചാലോ എച്ചിൽ പാത്രം മോറിയാലോ എനിക്ക് 10 രൂപയാണ് കിട്ടുക. ഈ 50 രൂപയിൽ മിക്കവാറും 10 രൂപ സൈനത്തൊക്കെ കടം വാങ്ങും. അങ്ങനെ കൂടി ഉണ്ടതില്ലേ. അപ്പോൾ അവർക്കന്ന് ഒന്നും കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് എഴുതുമ്പോൾ എനിക്ക് വെള്ളം ചേർക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതം എഴുതുമ്പോൾ എനിക്ക് ഫിക്ഷൻ എഴുതുമ്പോൾ എഴുതിയില്ല, എഴുതുമ്പോൾ വെള്ളം ചേർക്കാൻ പറ്റിയേക്കാം. ജീവിതത്തിൽ വെള്ളം ചേർക്കരുത് എന്നാരും എനിക്കൊട്ട് ചേർക്കാൻ കഴിയില്ല. കഞ്ചാവ് വിറ്റു എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് അങ്ങനെയാണ്. അത് ഒരിക്കൽ പോലീസ് വന്നു. അപ്പോൾ ഞാൻ എഴുതിയൊരു എന്നൊരു ഞാനത് കുട്ടിയെ മാത്രമേ നിങ്ങൾ വായിച്ചുള്ളൂ കഞ്ചാവ് വിൽക്കുന്നതിന്. അന്ന് അപ്പുറത്തെ തൂണിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ വിൽക്കുന്നുണ്ട് ഈ കഞ്ചാവ്. അവർക്കും അറിയില്ല എൻ്റെ പ്രായമാണ്. ഒരു 18-19 വയസ്സുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് കഞ്ചാവാണ്, വിറ്റ ലാഭം കിട്ടുന്നതൊക്കെ അവർക്ക് അറിയണ്ടാവാം. എൻ്റെ കാലത്ത് പറയാൻ കുറഞ്ഞ കുട്ടികളുണ്ട്, അന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹോട്ടലിൽ പണി. ബാലവേല എന്ന് പറഞ്ഞാൽ അത് സംഘടനകളോ ഒന്നുമില്ല. ഇപ്പം നമ്മളങ്ങനല്ല. ഹോട്ടലിൽ നിങ്ങൾക്ക് ഒരു 14-കാരൻ്റെ മേശ തുറക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കും, ഞാൻ ചോദിക്കും ഈ കുട്ടീനെ എന്താ ഇവിടെ നിർത്തിയ വീടില്ലേ രക്ഷിതാക്കളില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നങ്ങനെയല്ല, ആ കാലമല്ല. എല്ലാവരും കോഴിക്കോടിൻ്റെ നല്ല മുഖമാണ് പറയുക. എനിക്ക് പറയാനുള്ളത് കോഴിക്കോടിൻ്റെ അടിത്തട്ടിലെ വളരെ വളരെ മോശമായ മുഖമാണ്. അതായത് സെക്സ് വർക്കേഴ്സിന് ഓടിച്ചിട്ട് പിടിക്കണ പോലീസുകാർ, അവരെ കയ്യിലെ കാശ് മുഴുവൻ കവർന്നെടുത്ത് പോകുന്ന പോലീസുകാർ, അതിൽ പല പോലീസുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന് എനിക്ക് ജീവിതം എഴുതുമ്പോൾ അതിൽ വെള്ളം പോയിട്ട് ഒന്നും ചേർക്കാൻ പറ്റില്ല. അതങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അത് ആരെയും കരയിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതല്ല ഞാൻ. അതെൻ്റെ ജീവിതമാണ്. എനിക്ക് അങ്ങനെ അത് എഴുതാൻ പറ്റുമോ? അതിൽ കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല. അതിൽ പേരുകൾ മാത്രം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ടാവും. ആളുകൾ ഇപ്പോൾ വെളിപ്പെടരുതെന്നുള്ള നിലയ്ക്ക് അവരുടെ വസ്ത്രങ്ങൾ അടയാളങ്ങളും മാറ്റിയിട്ടുണ്ടാവാം. മറ്റൊന്നും എനിക്ക് ഇനി എഴുതുകയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റില്ല. ഈ അനുഭവം എഴുതുന്ന ആരും വെള്ളം ചേർക്കരുതെന്ന് ഞാൻ പറയാം. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഞാൻ കണ്ടത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സാധനം വെക്കാൻ വന്ന ഒരു സ്ത്രീയെ കയറി പിടിക്കുകയും മുഖത്തടി കിട്ടുകയും അത് സ്വന്തം ഭാര്യയോട് ലക്ഷ്മി ടീച്ചറോട് പറയുകയും അത് എഴുതുകയും ചെയ്ത ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മുമ്പിൽ ചിദംബര സ്മരണ. ആ ഗംഭീര പുസ്തകം വായിച്ച മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്കതിൽ വെള്ളം ചേർക്കാനൊന്നുമില്ല. കാരണം ചുള്ളിക്കാട് സാർ ചെയ്ത കാര്യം ഞാൻ പോലും ചെയ്യില്ല. ചിലപ്പോൾ അത്തരം നേടലുകളിലൂടെ ഞാനും കടന്നു പോന്നിട്ടുണ്ടാവാൻ ഉണ്ട്. പക്ഷെ എനിക്കത് എഴുതാനുള്ള ധൈര്യമില്ല. ഇങ്ങനെ 2-3 കുട്ടികളുടെ ഉപ്പയാണ്, ഭാര്യയുണ്ട്. അപ്പോൾ ആ മനുഷ്യനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ചിദംബര സ്മരണ എന്നുള്ള പർവ്വതം അവിടെ ഉണ്ട്, അതിനെ താഴെ എവിടെയോ വളരെ ചെറുതാണ്. ഞാൻ വെള്ളം ചേർക്കാൻ പറയരുത്, ചേർക്കാൻ അറിയില്ല, ചേർക്കാൻ പറ്റത്തില്ല. ആ ഉത്തരം തന്നെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് തരിക. ഭാവനാ ലോകത്തേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് കടന്നു വരണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പം അത് തീർച്ചയായിട്ടും ഒരു ഭാവനാ സൃഷ്ടിയായിട്ട് മാത്രം നിലനിർത്തുക. പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. വായനക്കാരൻ ആയ അബ്ബാസാണ് പിന്നീട് എഴുത്തുകാരനായ ജീവിതം എഴുതി കാണിച്ച. കാരണം ആത്മാർത്ഥമായിട്ട് ഒരു എഴുത്ത് പണിയിൽ ഏർപ്പെടുക എന്ന് കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ തന്നെ തുറന്നു കാട്ടുക എന്നാണ് എന്നുള്ളത് കൃത്യമായി പുസ്തകത്തിലൂടെ തൻ്റെ നിലപാട് വിളിച്ചറിയിച്ച അബ്ബാസ് പുസ്തക വായനയുടെ പേരിലാണ് ആദ്യമായിട്ട് ഭ്രാന്ത് എന്ന പേര് ചേർത്ത് വായിക്കപ്പെടുന്നത്. വായന വായന വായന, ലഹരി പോലെ വായന. കിട്ടിയതെല്ലാം അപ്പോൾ എന്താണ് പറയുക, ഒരു കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഒരു മെഷീനിലേക്ക് ഇടുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയിലേക്കും മനസ്സിലേക്കും വായിച്ച് വിഴുങ്ങിക്കഴിഞ്ഞു. ഇനിയും വേണം, പുസ്തകം വേണം, പുസ്തകം വേണം. അത് തീർച്ചയായിട്ടും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോഴാണ് വീട്ടുകാർ അതിന് കൃത്യമായ ഒരു പേര് നിർവചിക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരുമൊക്കെ. അതിനെ തുടർന്നുണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പുസ്തകങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ കാണുന്ന ഒരു അബ്ബാസിനെ കൂടെ ഒരു കാലഘട്ടം കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന ആളുകൾ, നമ്മളിതൊക്കെ കേട്ടു, നമ്മൾ വായിച്ചു കേട്ട് പരിചയമേ നമുക്കുള്ളൂ. അത് കൃത്യമായിട്ട് നേരിട്ട് അനുഭവിച്ച, ഈവൻ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വരെ കിട്ടിയ നേരിട്ട ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. സത്യത്തിൽ ആർക്കായിരുന്നു ഭ്രാന്ത്? അങ്ങനെയല്ല, ഭ്രാന്ത് എനിക്ക് തന്നെയായിരുന്നു. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പല മനുഷ്യരും എനിക്ക് ഭ്രാന്തുണ്ടെന്ന് സമ്മതിക്കാൻ പഠിക്കുന്നവരാണ്. എല്ലാ മനുഷ്യർക്കും ഇച്ചിരി ഭ്രാന്തുണ്ടാവും. എനിക്കത് ഇച്ചിരി കൂടി പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വായനയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമാണ്. നിസ്കരിക്കുക, പള്ളിയിൽ പോവുക, ഖുർആൻ ഓതുക, ഖുർആൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലും വായിക്കണം എന്നുള്ള കാരണം ഉപ്പാക്കില്ല ഉമ്മാക്കില്ല. അത് അവരെ കുറ്റമല്ല. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ മലപ്പുറം ജില്ല അങ്ങനെ ആയിരുന്നു. അത് തന്നെ മലയാളത്തിലുള്ള ഖുർആൻ ഓതാൻ പാടില്ല. ഞാൻ അത്തരം വിഷയങ്ങളിൽ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ യാഥാസ്ഥിതിക കുടുംബത്തിൽ വളർന്ന കുട്ടി, ഭാഷ പഠിക്കാത്തൊരു കുട്ടി, നിങ്ങളെയൊക്കെ പുസ്തകം വായിക്കാൻ അച്ഛനോ അമ്മയോ അധ്യാപകരോ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിലും ഭാഷ പഠിച്ച ഞാൻ പമ്മൻ അയ്യനയത്തിനൊക്കെ വായിച്ച ആ ഒരു യവനാരംഭ പ്രായത്തിൽ പമ്മനി അയ്യനയത്തിന് എൻ്റെ തലമുറ വായിച്ചാൽ വന്നത്. എനിക്കത് പറയാൻ മടിയില്ല. ഒരു സോഫ്റ്റ് പോൺ ടൈപ്പായിരിക്കും അവരത്. അത് വായിച്ച് വന്നിട്ടാണ് ഞാൻ ബഷീറിലേക്കും വിജയനിലേക്കും കിടക്കുന്നത്. OV വിജയൻ്റെ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം, ഖസാക്കിൻ്റെ ഇതിഹാസം പിന്നെ ഞാൻ വായിക്കുന്നത്. ഇത് രണ്ടും വായിച്ചപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല വായനയിൽ. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എൻ്റെ ലഹരി പോലെ പിന്നാലെ കൂടിയത്. എത്ര തവണ വായിച്ചത് എനിക്കറിയില്ല. അതിനെപ്പറ്റി എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, മാതൃഭൂമി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വായന
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വർഷം എത്ര പുസ്തകം വായിച്ചു എന്നൊക്കെ ആളുകൾ പോയിട്ടിടുമ്പോൾ ഞാൻ പറയും ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കഴിച്ചു, കുളിച്ചു, പല്ല് തേച്ചു നമ്മൾ കണക്കെടുക്കാറില്ലല്ലോ. അതുപോലെ വായിച്ച പുസ്തകങ്ങളൊക്കെ കണക്ക് വെക്കാറില്ല. നമ്മൾ വായിക്കുന്നു, ഇഷ്ടപ്പെട്ടത്, ചിലത് ഇഷ്ടപ്പെടുന്നു, ചിലത് ഇഷ്ടപ്പെട്ടതിനെ പറ്റി കുറച്ച് എഴുതണം, ചിലത് ഇഷ്ടപ്പെടാതെ പോകുന്നു. ഈ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അന്തം വിട്ട് വായിക്കുന്ന ഒരു കുട്ടിയെ സ്വഭാവമായിട്ടും എൻ്റെ ഉമ്മക്ക് പേടിയായിരുന്നു, ഇവൻ എന്തെങ്കിലും ആയി പോകുന്നു. ഇവൻ അയൽവാസികളൊക്കെ അതാ പറയാം, ഇവന് ഈ നോമ്പ് കാലത്ത് എനിക്ക് പണി ഉണ്ടാവില്ല, പെയിൻറ്റ് പണി ഉണ്ടാവില്ല. അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് അടഞ്ഞിരുന്ന് വായിക്കുകയാണ് വിശ്രമമില്ലാതെ, മണ്ണെണ്ണ ഉള്ളത്. അപ്പോൾ ഉമ്മാക്കുള്ള പേടി, മകനോടുള്ള സ്നേഹമാണത്, അവന് വട്ടായി പോകുന്നുള്ളത്. എടാ നിനക്ക് ഓതി വട്ടാവുന്ന മലപ്പുറം ഭാഷയിൽ പറയാം, ഓതി മറിഞ്ഞവരെന്നൊക്കെ പറയും. ഈ ദർശനൊക്കെ അത് മതം പഠിപ്പിക്കാൻ പോയ ചില കുട്ടികളാകെ ഓതി മറിഞ്ഞ് വരാറുണ്ട്. അത് മനസ്സിൽ താളം തെറ്റി വരാറുണ്ട്. അത് അവരാ പഠനത്തിൻ്റെ കാഠിന്യമാണ്, മറ്റൊന്നുമല്ല. എൻ്റെ കാര്യത്തിൽ അതാണ് എൻ്റെ ഫിക്ഷൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ഘട്ടത്തിൽ മനഃശാസ്ത്രത്തിലേക്കും അദ്വൈതത്തിലേക്കും വേദാന്തത്തിലേക്കും ഉപനിഷത്തിൻ്റെ മലയാള വ്യാഖ്യാനത്തിലേക്കോ ഈ ഫ്രോയിഡ്, യൂങ് അതല്ലാതെ അങ്ങ് കയറിപ്പോയി. ആ ഒരു കയറ്റത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കുറച്ച് കാലത്തിന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അതും ഒരുപാട് ഡോക്ടർമാർ, നമ്മുടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാർ ചെയ്യുക എന്താ വെച്ചാൽ ആദ്യം മരുന്ന് എഴുതും, പേടിക്കൊന്ന്, ബേജാറിനൊന്ന്, വിറയലൊന്ന്, വെപ്രാളത്തിനൊന്ന്. ഇതിന് കാരണം അന്വേഷിക്കുന്നില്ല. അന്നത്തെ സൈക്കോളജിയിൽ സൈക്യാട്രി, ഇപ്പം ന്യൂറോ സൈക്യാട്രി വളരെ വികസിച്ചിട്ടുണ്ട്. ഒരുപാട് മരുന്നുകൾ നല്ലതാണ്. അന്ന് അങ്ങനെയല്ല, മനുഷ്യനെ തളർത്തിക്കെടുത്ത വേറെ വഴിയില്ല. എന്നെ ചിന്തിക്കാൻ വിടാതാക്കുക, എന്നെ വായിക്കാൻ പറ്റാതാക്കുക, അത് അവരെ കുറ്റമല്ല. അന്നത്തെ ഒരു ചികിത്സാ രീതി അങ്ങനെ 30 വർഷം മുമ്പുള്ള കാര്യമില്ല ഞാൻ ഈ പറയുന്നത്, 30 വർഷം മുമ്പുള്ള. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് കിടക്കുന്ന ഭ്രാന്തൻ തന്നെയാണ് പിന്നെ ഞാൻ. പിന്നെ അപ്പോൾ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നൊരു അത്ഭുതമൊന്നുമില്ല. ആദ്യം എനിക്കുണ്ടായ ഭയം, ഇത് വായിച്ച് നമ്മുടെ ചിന്ത കാട് കയറുമല്ലോ. ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം എൻ്റെ തോന്നലാണ്. എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ ബന്ധങ്ങൾ, ഈ ലക്ഷ്മി ചേച്ചി, എല്ലാവരും, മുഴുവൻ ലോകവും എൻ്റെ ഭാവനയാണ്. ഞാനെന്നൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ പേടിച്ച് രാത്രി, പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നി ഇത് പിടുത്തം വിടുകയാണെന്ന്. അപ്പോൾ എന്നാൽ ഇറങ്ങി വീട്ടിൻ്റെ നടുമുറി ചെറിയ വീട്, അവിടെ ഉമ്മ കിടക്കണം, ഉമ്മ എനിക്ക് ഉറങ്ങണം എന്നാണ് പറഞ്ഞു, മറ്റൊന്നല്ല പറഞ്ഞു. അപ്പോൾ ആദ്യം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തല്ല കൊണ്ടുപോയത്, ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്, സാധാ ഡോക്ടർ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ അവർ ചെറിയ ഉറങ്ങാനുള്ള എന്തോ തിന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ ഭയം ഉള്ളെന്ന്, എനിക്ക് ഭ്രാന്തായി പോകുന്നുള്ള അകാരണമായ ഭയം. അതിന് മരുന്ന് കഴിച്ച് ആ മരുന്ന് കൊണ്ടല്ല മാറിയത്. പിന്നെ ഞാൻ ചിന്തിക്കണം, എനിക്ക് ഭ്രാന്തായല്ലോ, ഞാൻ ഭ്രാന്തനാണ്, അത് അംഗീകരിക്കുക. അപ്പോൾ ഇതിന് ഭ്രാന്ത് വരുന്നുള്ള പേടിയില്ല. അങ്ങനെ അത് മാറി. അത് പോയി കോഴിക്കോട് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ ഇവൻ്റെ അത് ഭേദമാവുള്ളൂ എന്ന് പറയില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ അവന് ഇത്ര വലിയ അസുഖമൊന്നുമില്ല, അത് വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഴക്കിട്ട് പ്രശസ്തനായ ഡോക്ടറാണ്. പക്ഷെ അന്നത്തെ ചികിത്സാ രീതി അങ്ങനെയാണ്, കിട്ടുന്ന ആരെയും പിടിച്ച് ഷോക്ക് കൊടുക്കാം 4 ദിവസം. ഷോക്ക് കിട്ടിയവർക്ക് അത് അറിയുള്ളൂ, കിട്ടിയ ആളുകൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് സിനിമയിൽ കണ്ടിട്ടോ, ജയറാം മുട്ടയൊക്കെ അടിച്ചിങ്ങനെ അവസാനം തലതാത്തിരിക്കുന്നത്. അന്ന് എനിക്ക് ഷോക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കില്ല, വായിക്കില്ല, എഴുതില്ല. അപ്പോൾ വീട്ടുകാരനെ ഒരു കണക്കിന് ഉമ്മ തന്നെയാണ് രക്ഷിച്ചത്. ആ ഒരു കൂട്ടത്തിൽ ആ സൈക്കാട്രിക് വാർഡ് കിടക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ച കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് ഉമ്മ കത്തിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ ധാരണയിൽ മകന് വായിച്ചിട്ടാണ് എഴുതിയിട്ടാണ് ഇങ്ങനെ വട്ടായത്. അയൽവാസികളൊക്കെ വട്ടുന്നില്ല പറയുന്നത്, പിരാന്തെന്നാണ് പറയാൻ പ്രമാഷ്, പിരാന്തനല്ലേ മോന്, പിരാന്തനായത് വായിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല. ഉമ്മ ഞാൻ എഴുതി വെച്ചെടുത്ത് വായിച്ചു, എൻ്റെ ലൈബ്രറി പുസ്തകങ്ങൾ അടക്കെടുത്ത് കത്തിച്ചു. പക്ഷേ പുസ്തകങ്ങളും എഴുത്തിനേക്കാളൊക്കെ വലുത് ഉമ്മയായതുകൊണ്ട് നമ്മളതൊക്കെ ക്ഷമിച്ച് ഓവർകം ചെയ്തു വന്നു. ഇപ്പോൾ അത് ചെറുതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ വായന വിട്ടിട്ടില്ല. അടിസ്ഥാനപരമായി ഞാനൊരു വായനക്കാരനാണ്. അബ്ബാസിൻ്റെ എഴുത്തുകൾ ഓരോരോ ഈ മനുഷ്യൻ അനുഭവിച്ച് തീർത്ത വലിയൊരു ഹിമാലയം, അനുഭവിച്ച് കയറിയ വലിയൊരു ഹിമാലയം, ജീവിതമാകുന്ന വലിയൊരു ദുർഘട ഹിമാലയം ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് മുമ്പിൽ. അപ്പോൾ അതെല്ലാം ഇനി എങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അബ്ബാസിനെ കൊണ്ട് അന്ന് വായിക്കാൻ പ്രേരിപ്പിച്ചവരെ പോലെ എഴുതു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രമുഖ പ്രസാധകരും പിന്നാലെ ഓടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വില, തീപിടിച്ച വില നമ്മൾക്ക് മനസ്സിലാക്കി തന്ന ജീവിതാനുഭവങ്ങളുടെ തീപിടിച്ച വിലയെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കി തന്ന, അക്ഷരങ്ങളിലൂടെ മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും ഓഡിയൻസിനെ നമുക്ക് ഈ സമയത്ത് അവഗണിക്കാൻ പറ്റില്ല. ബസ്ക, നമസ്കാരം. കണ്ണ് നിറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വായിക്കുമ്പോൾ എത്രത്തോളം കണ്ണ് നിറഞ്ഞോ അത് കുറച്ചുകൂടി തീവ്രമായി കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. പിന്നെ ഇപ്പം ഈ കൂട്ടത്തിൽ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വായനയിലൂടെ ഒരു കുടുംബങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവുന്നു, ഭ്രാന്തിലേക്ക് പോകുന്നു, ഉന്മാദം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുസ്തകങ്ങൾ ഇറങ്ങുകയും സമൂഹം അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. പിറകെ അങ്ങയുടെ തീ പിടിച്ച അനുഭവങ്ങൾക്ക് പിറകെ പ്രസാധകർ ഓടിക്കൊണ്ടിരിക്കുക. അതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വന്ന മാറ്റങ്ങൾ, ഉമ്മ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ വന്ന മാറ്റങ്ങളും നാട്ടുകാർ, ചുറ്റും വളരെ 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 അടുത്ത നാട്ടുകാർ, ഇങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
നോക്കൂ, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ കൂട്ടുകാരിൽ ഞാൻ വായിക്കുന്ന ആളാണെന്ന് അവർക്കറിയാം. ഞാൻ റോട്ടിലൂടെയൊക്കെ നടന്ന് വായിച്ചു പോകുന്ന ആളാണ്, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താൽ. പക്ഷേ ഞാനൊരു എഴുത്തുകാരനെന്ന് അറിയുന്നത് എൻ്റെ കൂട്ടുകാരിൽ 10ൽ ഒരാൾക്ക് പോലും അറിയില്ല. അതങ്ങനെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം ഞാൻ പെയിൻറ്റ് പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ പെയിൻ്റ് അടിക്കാൻ പോകുന്ന വീട്ടിൽ ഞാൻ എഴുത്തുകാരനത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും. അവിടെ അറിയില്ല. അപ്പോൾ എൻ്റെ ഉമ്മ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഉമ്മ ഇപ്പോൾ ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. ഉമ്മക്ക് ഒട്ടും ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഞാൻ എഴുതിനേക്കാൾ 2-1.5 വർഷം കഴിഞ്ഞല്ലോ. തീരെ വയ്യ. ഉമ്മക്ക് ഒപ്പം മരിച്ചുപോയി. പിന്നെ ഏട്ടന്മാർ അവരൊക്കെ അവരുടേതായ കുടുംബമായിട്ട് ഇപ്പോൾ വേറെ പോയി. വായനയുള്ളവരല്ല. പക്ഷെ അവർക്ക് അങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ ഭാര്യയൊക്കെ സ്റ്റാറ്റസ് ഇടുമല്ലോ, കൊണ്ടുപോയി. ഞാനല്ലല്ലോ ഇടുക, മക്കളൊക്കെ. അപ്പോൾ അവരറിയും ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ. പക്ഷേ അതിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലായിട്ടില്ല. മൂല്യം ഉണ്ടെങ്കിൽ നിങ്ങളതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഒരു സാഹചര്യം ചുറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ സാധാരണ വൈകിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അത് കണ്ടപ്പോൾ. വൈകിട്ട് പ്രായമുള്ള മനുഷ്യരുടെ കൂടെ ഞാൻ ഇരിക്കുക. എനിക്ക് സ്വന്തമായിട്ട് അവരുടെ കൂടെ ഇരിക്കുക. അവർ ഈ പഴയ കഥകളൊക്കെ പറയും. അവരുടെ കഥകൾ എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ ഫിക്ഷൻ ചെയ്തുമ്പോൾ ഉപകരിക്കുക എന്നുള്ള സ്വാർത്ഥതയോട് കൂടി തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഒരു എഴുതുന്ന ആളെന്ന് പറഞ്ഞാൽ അവരെ കഥകളൊന്നും പറയില്ല. അതിൽ അശ്ലീലം ഉണ്ടാവാം, വേദന ഉണ്ടാവാം, പലതും ഉണ്ടാവാം. മനുഷ്യനല്ലേ, മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും അവർ പ്രകടിപ്പിക്കും. കാരണം ഒക്കെ പെൻഷൻ വാങ്ങുന്ന സാധാരണ മനുഷ്യനാണ്. ഒന്നും ചെയ്യാനില്ല. വൈകിട്ട് അവരിങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ ഞാൻ അവരൊപ്പം കൂടിയിരുന്ന് സാധാരണ ഒരു കവിതയും എടുക്കുക. അത് കൊടുത്ത് നടക്കുന്ന മനുഷ്യനാണ്. എഴുത്തുകാരൻ അവിടെയും എഴുത്തുകാരനല്ല, ഇവിടെ എഴുത്തുകാരനല്ല, അവിടെ ആയിട്ടല്ല. ഇവിടെ ഞാനൊരു എഴുത്തുകാരൻ. എനിക്ക് ആ വിശ്വാസം വന്നില്ല. നിങ്ങളൊക്കെ പറയുമ്പോൾ ആയിരിക്കാം ആ ഒരു തോന്നലുള്ളത്. ചുമ്മാ വിനയത്തിനോ കാപട്യോ പറയുന്നതല്ല. എനിക്ക് ബോധ്യമാവണമല്ലോ ഇപ്പോൾ ഞാൻ എഴുത്തുകാരനാണെന്ന്. ഒരു ഫിക്ഷനൊക്കെ എഴുതി തെളിയിച്ചാൽ ചിലപ്പോൾ എനിക്ക് ബോധ്യമാവും ഞാൻ എഴുത്തുകാരനാണ്. ആ ഒരു സാഹചര്യം വീട്ടിൽ നാട്ടിൽ ഞാൻ എഴുത്തുകാരനെ അല്ല, ഞാൻ പെയിൻറ്റ് പണിക്കാരനാണ് നാട്ടിൽ. ഒരു ചോദ്യം കൂടി. അങ്ങനെ ആ കടൽ എന്ന് പറയുന്ന വാക്കിലൂടെ ആകാശത്തെയും തിരയൊക്കെ തൊട്ടറിഞ്ഞ് അതിലേക്ക് ഇറങ്ങി തിരിച്ച് ആവേശത്തോടുകൂടി അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം ആദ്യമായി പൂർണ്ണമായും വായിച്ച കൃതി ഏതാണ്? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, പമ്മൻ അയ്യനെത്ത് വായിച്ചു വന്ന് എന്നെ മാറ്റി തീർക്കുക അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ നമ്മളെ പിടിച്ച് കുലുക്കുക എന്നുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന് അതേ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഇച്ചിരി ആരോപണങ്ങളൊക്കെ വന്നല്ലോ, ബംഗർവാടിയുടെ എന്നൊക്കെ കുറച്ച് പൊട്ടത്തരം ആളുകൾ എപ്പോഴും പറയുമല്ലോ നല്ലതിന്. അത് വന്നപ്പോൾ അതിനൊരു വ്യാഖ്യാനം അല്ല, ഇതിഹാസത്തിന് ഒരു ഇത് എന്നുള്ള നിലയ്ക്ക് എഴുതിയ കുഞ്ഞു പുസ്തകങ്ങൾ ഞാൻ ആദ്യം വായിക്കും. ഇതിഹാസത്തിൻ്റെ ഇതിഹാസം. അതിൽ ഖസാക്കിൽ നിന്നുള്ള മനോഹരമായ ഉദ്ധരണികൾ ഉണ്ടായിരുന്നു. മന്ദാരത്തിൻ്റെ ഇലകൾ ചെറുത്ത് തുന്നിയ പുനർജനയുടെ കൂട് വിട്ട്. ഞാൻ അറിയാത്ത ഭാഷയാണത്, നാട്ടുകാർ ഉപയോഗിക്കുന്ന ഭാഷയല്ലല്ലോ, മറ്റേ എഴുത്തുകാർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഭാഷയുടെ ലഹരിയിൽപ്പെട്ടിട്ട് രാത്രിയാണ് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം കിട്ടുന്നത്. അന്ന് ലൈബ്രറി അടച്ചുപോയി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് കൂടി പോകാതെ ഖസാക്ക് തേടിപ്പോയ ആളാണ് ഞാൻ ലൈബ്രറിയിലോട്ട്. അങ്ങനെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നിലെ വായനക്കാരന് എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റിയത്. ആ ഖസാക്കിൻ്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എഴുത്തുകാരനാവില്ല. കാരണം അതിൻ്റെ ഭാഷ, അതിലെ അന്തരീക്ഷം, കഥാപാത്രങ്ങൾ, കാലം, എത്ര വായിച്ചാലും മടുക്കാത്ത അതിൻ്റെ ഒരു ഘടന, അത് വായിച്ചത് കൊണ്ട് മാത്രം എന്തെങ്കിലും എഴുതിപ്പോയ മനുഷ്യനാണ്. അല്ലാതെ ഞാൻ ജന്മനാ എഴുത്തുകാരനല്ല, വീട്ടിലെ എഴുത്തുകാരില്ല, അയൽവക്കത്തെ എഴുത്തുകാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. അപ്പോൾ ഒരു കണക്കിന് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നെ എന്തെങ്കിലും എഴുതാൻ പ്രേരിപ്പിച്ചു. അതിൽ ആ മനോഹരമായ ഭാഷ, മലയാളത്തിൻ്റെ മധുരം മുഴുവൻ അതിലുണ്ടെന്ന് ഞാൻ പറയും. നമ്മളത് എത്രത്തോളം ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് എന്തായാലും ഉൾക്കൊണ്ടിട്ടുണ്ട് നന്നായിട്ട്. കാരണം എനിക്ക് ഖസാക്കിനെ പറ്റി നിങ്ങൾ ഒരു 5 മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ നിർത്താതെ സംസാരിക്കും. അത്രയ്ക്ക് ഭ്രാന്തനാണ് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആരാധകനല്ല, ഭ്രാന്തനായിട്ട് ഖസാക്കിനാണ് നമ്മളെപ്പോഴും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ഖസാക്ക് എടുത്ത് വായിക്കുക. എന്തെങ്കിലും നമ്മൾ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ആ സ്വസ്ഥനെ ഖസാക്കിൻ്റെ ഇതിഹാസം തുറക്കും, നടു എടുത്തിട്ട് 2 പേജ് വായിക്കുമ്പോൾ ഞാൻ സാന്തനാവും. ആളുകളും ബൈബിൾ വായിക്കും പോലെ, ഖുർആൻ വായിക്കും പോലെ, ഭൗതികഗീത വായിക്കും പോലെ ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം തുറക്കുക. എൻ്റെ മതഗ്രന്ഥം അതാണ്. അത് സമ്മതിക്കുന്നതിന് നമുക്ക് മടിയൊന്നുമില്ല.